ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ആർട്ടിക്കുലേഷൻ. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കഴിവ് വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവ്. നമസ്കാരം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരേ വിദ്യാഭ്യാസമുള്ള, ഒരേ അനുഭവമുള്ള, ഒരേ കഴിവുള്ള രണ്ടാളുകൾ. എന്നാൽ ഒരാൾ തൻ്റെ ചിന്തകൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിക്കുന്നു. മറ്റൊരാൾക്ക് തൻ്റെ മനസ്സിലുള്ളത് ശരിയായി പറയാൻ കഴിയുന്നില്ല. ഈ രണ്ടു പേരിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക ആർക്കായിരിക്കും? ഉത്തരം വ്യക്തമാണ്. വ്യക്തമായി ആശയവിനിമയം നടത്തുന്ന ആൾക്കാണ്. ഇന്നത്തെ ലോകത്ത് അറിവ് മാത്രം മതിയാകില്ല. ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവും അത്ര തന്നെ പ്രധാനമാണ്. ഈ കഴിവിനെയാണ് ഇംഗ്ലീഷിൽ ആർട്ടിക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും വ്യക്തവും മനസ്സിലാക്കാൻ എളുപ്പവുമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ്. ഇന്ന് ലോകം അതിവേഗം മാറുകയാണ്. ജോലി സ്ഥലങ്ങളിലും ബിസിനസ്സിലും വിദ്യാഭ്യാസ രംഗത്തും സോഷ്യൽ മീഡിയയിലും വിജയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവർക്ക് അറിവുള്ളത് കൊണ്ട് മാത്രമല്ല, ആ അറിവ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവർ മുന്നിലെത്തുന്നത്. ഒരു ജോലി അഭിമുഖത്തിൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും അറിയാമായിരിക്കാം. പക്ഷേ ആത്മവിശ്വാസമില്ലാതെ, വ്യക്തതയില്ലാതെ സംസാരിച്ചാൽ നിങ്ങളുടെ കഴിവുകൾ അഭിമുഖം നടത്തുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. അതേസമയം കുറച്ച് അറിവുണ്ടെങ്കിലും വ്യക്തമായി സംസാരിക്കുന്ന ഒരാൾ മികച്ച അവസരം നേടും. ഇത് ജോലി നേടുന്നതിനുള്ള കഴിവ് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും ഇത് അനിവാര്യമാണ്. കുടുംബത്തിൽ, സുഹൃത്തുക്കളോട്, ജീവിത പങ്കാളിയോട്, സഹപ്രവർത്തകരോട് എവിടെയും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് പലപ്പോഴും സംസാരിക്കാത്തത് കൊണ്ടോ ശരിയായി സംസാരിക്കാത്തത് കൊണ്ടോ ആണ്. വ്യക്തമായി സംസാരിക്കാൻ പഠിക്കുന്ന ഒരാൾ ബന്ധങ്ങളും വിശ്വാസവും ബഹുമാനവും വളർത്തുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് യൂട്യൂബ്, പോഡ്കാസ്റ്റ്, ഓൺലൈൻ കോഴ്സ്, പബ്ലിക് സ്പീക്കിംഗ്, ബിസിനസ് പ്രസൻറ്റേഷൻ എല്ലായിടത്തും വിജയത്തിൻ്റെ അടിസ്ഥാനം ആശയവിനിമയമാണ്. മികച്ച ആശയങ്ങളുണ്ടായാൽ മാത്രം പോരാ, ആ ആശയങ്ങൾ ആളുകളുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവതരിപ്പിക്കാനും അറിയണം. പലരും പറയാറുണ്ട്, എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. എന്നാൽ ഓർക്കുക, മികച്ച പ്രഭാഷകരൊന്നും ജന്മന അങ്ങനെ ആയിരുന്നില്ല. അവർ നിരന്തരം പരിശീലിച്ചു, ഓരോ ദിവസവും ചെറിയ മുന്നേറ്റങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ഇന്നവർ ആയിരങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. ആർട്ടിക്കുലേഷൻ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ വളരെ ലളിതമാണ്. എല്ലാ ദിവസവും വായിക്കുക. നല്ല പുസ്തകങ്ങൾ നിങ്ങളുടെ ഭാഷയെ സമ്പന്നമാക്കും. നല്ല പ്രഭാഷകരെ കേൾക്കുക. അവർ എങ്ങനെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുക. നിങ്ങളുടെ ശബ്ദവും ശരീരഭാഷയും നിരീക്ഷിക്കുക. നിങ്ങളുടെ സംസാരങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. തെറ്റുകൾ കണ്ടെത്തി തിരുത്തുക. പുതിയ വാക്കുകൾ പഠിക്കുക. എന്നാൽ പ്രയാസമുള്ള വാക്കുകൾ ഉപയോഗിക്കാനല്ല ശ്രമിക്കേണ്ടത്. ലളിതമായ വാക്കുകൾ വലിയ ആശയങ്ങൾ പറയാൻ പഠിക്കണം. എല്ലാത്തിലും പ്രധാനമായി ദിവസവും പരിശീലിക്കുക. കാരണം ആത്മവിശ്വാസം
ഇനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഓർക്കുക, നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും മാറ്റം സൃഷ്ടിക്കാനും അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാനും കഴിയും. ഇന്നത്തെ ലോകത്ത് വിജയിക്കുന്നത് ഏറ്റവും ബുദ്ധിമാനായ ആളായിരിക്കണമെന്നില്ല. വ്യക്തമായി ചിന്തിക്കാനും വ്യക്തമായി സംസാരിക്കാനും കഴിയുന്ന ആളാണ് കൂടുതൽ മുന്നിലെത്തുന്നത്. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ സംസാരശേഷി മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുക. ഓരോ ദിവസവും അല്പം മുന്നേറൂ. നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത നൽകൂ. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകൂ. നിങ്ങളുടെ ശബ്ദത്തിന് ആത്മവിശ്വാസം നൽകൂ. കാരണം ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ അറിവ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. എന്നാൽ ആ അറിവ് ലോകത്തോട് പങ്കുവയ്ക്കാനുള്ള കഴിവാണ് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുക. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശക്തിയാണ്. അതിനെ വളർത്തൂ. നിങ്ങളുടെ ആശയങ്ങൾ ലോകം കേൾക്കട്ടെ. നിങ്ങളുടെ വാക്കുകൾ ജീവിതങ്ങളെ സ്പർശിക്കട്ടെ. നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരം വീഡിയോകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.